തൃശൂർ കോളഴി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. സാബുവിന് നേരെ മർദ്ദനം. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് സാബു. പ്രസിഡന്റിനെതിരായ സാമ്പത്തിക ആരോപണവും തുടർന്നുണ്ടായ പ്രതിഷേധവും കയ്യാങ്കളിയും അതിനെതിരെ സാബു നടത്തിയ വാർത്താ സമ്മേളനത്തിനും പിന്നാലെയാണിപ്പോൾ കാര്യങ്ങൾ ആക്രമണത്തിലേക്ക് എത്തിയത്. ഓഫീസിനുള്ളിൽ കടന്ന് ഞാൻ എന്റെ ക്യാബിനിലേക്ക് കിടക്കണമ്പോ CPM ലോക്കൽ സെക്രട്ടറിയും ലീന എന്ന് പറഞ്ഞ പെണ്ണും കൂടി വന്ന് ലോക്കൽ സെക്രട്ടറി നീ ഞങ്ങൾക്കെതിരെ പത്രസമ്മേളനം വിളിക്കണടാന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ചവിട്ടൻ എന്റെ കടവയിട്ടില്ല. അവര് കയ്യിലൊരു ബാനർ ചുരുട്ടിയ ഒരു ഇരുമ്പോടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ തലപിടിച്ച് ഞാൻ ഓടി മാറി. അപ്പോഴേക്ക് എന്റെ നെഞ്ചത്ത് ആദ്യം നെഞ്ചത്ത് കിട്ടി. ഇനി രണ്ടുപേരും കൂടി എന്നെ പൊതിനോട് തല്ലി. അപ്പോഴേക്കും എന്റെ മെമ്പർമാരും ജീവനക്കാരൊക്കെ ഓടി വന്നപ്പോ അവർ മാറിപ്പോയി. ആക്രമിച്ചപ്പോൾ സഹായം നൽകേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് നിഷേധാത്മക സമീപനമാണ് ഉണ്ടായതെന്നും സാബു പറയുന്നു. ഒരു CI ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ട് 4 തവണ ഫോൺ ചെയ്തിട്ട് ആൾ ഫോൺ എടുത്തില്ല. ACPനെ വരെ വിളിച്ചു ഞാൻ, ഫോൺ എടുത്തില്ല. 20 ലക്ഷത്തിലധികം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കളായ ദമ്പതികളാണ് സാബുവിനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് തനിക്കെതിരായി ഉയർന്നത്. അതിനെ രാഷ്ട്രീയ വിരോധം വെച്ച് പൊതുമധ്യത്തിലെത്തിക്കുകയും അതുവഴി തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ CPM ലോക്കൽ സെക്രട്ടറി വികാസ് രാജ് ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് ആരോപിക്കുന്നു. CPMന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു തുടങ്ങി എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് വടക്കാഞ്ചേരി MLA സേവർ ചിറ്റപ്പിള്ളിയുടെ എല്ലാ ഒത്താശയുണ്ട്. ഈ വൈസ് പ്രസിഡന്റ് കോളഴി പഞ്ചായത്ത് ഓഫീസിൽ അനധികൃതമായി ഒരുപാട് സമ്പാദിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു. ആ വൈരാഗ്യമാണ് ഇന്നിവിടെ തീർത്തത്. മർദ്ദനമേറ്റ സാബു തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. കോൺഗ്രസ് നേതാക്കളായ അനിലക്കര, രാജേന്ദ്രൻ രംഗത്ത്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, കേരള കോൺഗ്രസ് നേതാവായ CV കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ആക്രമണത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം. LDFന്റെ കയ്യിൽ നിന്നും സാബുവിന്റെ നേതൃത്വത്തിലാണ് കോളഴി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. അതിനുശേഷം നിരന്തരമായ വിഷയങ്ങൾ സാബുവിനും പഞ്ചായത്തിലെ വനിതാ മെമ്പർമാർക്കെതിരെയും CPM പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവുകയാണ്. പഞ്ചായത്തിന്റെ ഭരണത്തെ തന്നെ സ്തംഭിക്കുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം രണ്ടാമത് തുറന്നിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാവുന്നില്ല. പോലീസ് ആരുടെയൊക്കെ വാക്ക് കേട്ട് അക്രമികളെ സംരക്ഷിക്കുന്ന ഏകപക്ഷീയമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വടക്കാഞ്ചേരി MLAയുടെ ഒത്താശയോടെയാണ് മർദ്ദനമെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റും ആവശ്യപ്പെട്ടു. TCV തൃശൂർ.